We all know that the UN theme for World Environment Day 2020-21 is Reimagine, Recreate, Restore. As 2021 marks the beginning of UN Decade on Ecosystem Restoration. So, this WED calls for urgent action to revive our damage to ecosystem. On this occasion, I would like to quote the words of Stephanie Mills. Restoration ecology is experimental science, a science of love and altruism. In its attempts to reverse the process of ecosystem degradation, it runs exactly counter to the market system, to land speculation, to the whole cultural attitude of regarding the earth as commodity rather than community. Through her words, she is pointing out the importance of ecosystem restoration. So, on this World Environment Day, it is our responsibility not only to realize but also to take action for saving ecosystem, and it is our privilege to host a webinar on ecosystem restoration. So, I welcome all of you to this program. Now, I invite our principal, Dr. Ansama Thomas, to inaugurate this meeting. Answer മിസ് മ്യൂട്ടാണ്. Dear resource person Dr. Sindhu Joseph, dear colleagues, my dear students, and all other dear participants. Deva Matha College Chemistry ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വെബിനാർ സീരീസിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേ, ലോക പരിസ്ഥിതി ദിനം. പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ അനന്തര ഫലങ്ങൾ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങള്, കടൽക്ഷോഭങ്ങള്, ചുഴലിക്കൊടുങ്കാറ്റുകള്, കാട്ടുതീ, അഗ്നിപർവ്വത സ്ഫോടനങ്ങള്, ഇങ്ങനെ പല ഭവിഷ്യത്തുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമുള്ള പ്രകൃതി ചൂഷണങ്ങള് ഇനിയും തുടർന്നു കൊണ്ടിരുന്നാൽ നമ്മുടെ ഭൂമി വാസയോഗ്യമല്ലാത്തതായി തീരും എന്ന ശാസ്ത്രലോകം നമുക്ക് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഇത്തരം വലിയ ഒരു ആഗോള പ്രതിസന്ധിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ, ഒരു മരത്തിന്റെ തൈ നടുമ്പോൾ, ഒരു അടുക്കളത്തോട്ടം കൃഷി ചെയ്ത് പരിപാലിച്ചു കൊണ്ടുവരുമ്പോൾ, നമ്മുടെ വീടും പരിസരവും ഒക്കെ ഹരിതാഭമായി സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ചെടിയെ വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തി അതിനെ മരമാക്കി മാറ്റുമ്പോൾ എല്ലാം നാം പ്രകൃതിയുടെ സംരക്ഷകരായി മാറുകയാണ്. അടുത്ത തലമുറയ്ക്ക് വാസയോഗ്യമായ വിധത്തിൽ നമ്മുടെ ഈ പ്രകൃതിയെ, ഈ സുന്ദരമായ ഈ ഭൂമിയെ കൈമാറാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മരങ്ങളെ സ്നേഹിക്കാം, പുഴകളെ സ്നേഹിക്കാം, സസ്യങ്ങളെ സ്നേഹിക്കാം, ഈ പ്രകൃതിയെ സ്നേഹിക്കാം. അങ്ങനെ ഈ 2021 ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ റിസോഴ്സ് പേഴ്സണിലൂടെ നമുക്ക് ലഭിക്കുന്ന നല്ല ചിന്തകൾ ഈ ദിനാചരണത്തിന്റെ അവസാനത്തിൽ മറന്നു പോകാതെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ പ്രകൃതിയുടെ കാവലാളായി നമുക്ക് മാറണം. കുട്ടികളായി നിങ്ങൾക്ക് അതിനൊത്തിരി കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം അടുത്ത തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. നല്ലൊരു ഭൂമി ഇല്ലെങ്കിൽ, വാസയോഗ്യമല്ലാത്ത ഒരു ഭൂമി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്പെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഈ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ചിന്തകള് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അടുത്ത തലമുറയ്ക്ക് വാസയോഗ്യമായ ഒരു ഭൂമിയെ കൈമാറാനുള്ള നമ്മുടെ ചുമതല മനസ്സിലാക്കി നമുക്ക് ഇന്നത്തെ ചിന്തകള് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാം. ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. Thank you, Miss. Dr. Sindhu Joseph,
She is currently an assistant professor, Department of Chemistry in Bharat Matha College, Thrikkakkara. She was the first rank holder during her BSc and MSc courses from the University of Kerala. She has secured her PhD in environmental chemistry from Cochin University of Science and Technology, and her main area of interest is in the development of environmental friendly water treatment methods. So, it is our honor to get her as the resource person for this webinar. Now, we cordially invite Dr. Sindhu Joseph to take her talk on ecosystem restoration, greening, and healing our Mother Earth. Please unmute, Sindhu. Unmute, please. Sorry, I forgot. Thank you so much. First of all, Deepthi ma'am, for inviting me for this webinar and giving me an opportunity to interact with you all. Also, I thank Principal Ansama ma'am for the nice words of introduction and welcome. And also thank Agustina, student coordinator, for the nice words of introduction. Actually, I would like to show you a video in the beginning, which was actually created by the students of Rajagiri Public School, Kalamesheri, on this auspices of World Environment Day. This video tells you about the World Environment Day celebrations, the beginning of it. Can you see this? Yes. On June 5th, 1974, after 2 years of discussion and debate, World Environment Day was established by the UN General Assembly to encourage awareness and environmental protection. Since then, 5th June has been a global platform for public outreach on environmental issues, with participation from over 143 countries annually. Every year, World Environment Day is hosted by a different country, in which official celebrations based on a specific theme take place. 5 decades and 47 teams later, the baton for hosting this year's Environment Day programs have been handed to the South Asian country, Pakistan, and the theme observed will be ecosystem restoration. For too long have we been exploiting and destroying our planet's ecosystems. For every 3 seconds that passes, the world loses enough forest to cover a football pitch, and over the last century alone, we have destroyed half our wetlands. Almost 50% of our coral reefs have already been lost, and up to 90% of them will be lost by 2050. And this is even if global warming is limited to the maximum extent. Ecosystem loss is depriving the world of carbon sinks like forests and peatlands. Global greenhouse gas emissions have grown for 3 consecutive years, and the planet is one pace ahead for a potentially catastrophic climate change. The emergence of COVID-19 itself has shown just how disastrous the consequences of a degraded ecosystem can be. By shrinking the area of natural habitats for animals, we have created ideal conditions for pathogens, including coronaviruses, to spread. Led by Prime Minister Imran Khan, the government of the host country, Pakistan, has launched one of the world's most ambitious afforestation plans to expand and restore the country's forests through 10 billion tree tsunami spread over 5 years. Pakistan has launched an ecosystem restoration fund to support nature-based solutions to climate change and to facilitate the transition towards an ecologically targeted initiative covering afforestation and biodiversity conservation. I quote Greta Thunberg, "The Earth is a complex system. If you take one thing and put it out of balance, then that will have an impact on things beyond our comprehension." This year has been a year of reckoning, facing multiple crises, including a global pandemic, and the continued crises of climate, nature, and pollution. Let us strive for a better environment and take up the responsibility to preserve and tend towards the world in which we all live.
Okay, I hope you like the video. Now I think we can move on to the presentation. Presentation കാണാമോ? Yes, but slideshow ആയില്ല. ആണോ? Okay. View Reading view. Reading view. Okay, reading view. Okay. I hope this is okay now. Yes. Yes, we can. Okay. Okay, so let us begin our topic. The UN adopted theme, ecosystem restoration. I've added a tagline to that, greening and healing our Mother Earth. Before we begin, as Agustina told, let us pay tribute to all our wonderful environmentalists who have gifted us a very good environment, preserved it so far. This is Sundarlal Bahuguna, as you know, the famous Indian environmentalist. He was the man who taught India to hug trees. And he was also the leader of Chipko movement. Right side la ningalku കാണാം Sundarlal Bahuguna and his wife Vimla. They are hugging a tree. ട്രീയുടെ ചുറ്റും ഒരു ചുവന്ന ചരട് കെട്ടിയിട്ടുണ്ട്. രക്ഷാബന്ധന്റെ സമയത്ത് രാഖി കെട്ടും ഹിന്ദുസ് അവരുടെ ബ്രദേഴ്സിന്റെ കൈത്തണ്ടയില് അവരെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥത്തില്. This is also something like that. The trees are actually protecting us. Okay, നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ മരങ്ങളാണ്. അതിന്റെ ഒരു സിംബോളിക് ആയിട്ട് സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിന്റെ വൈഫിനോടൊപ്പം ആ മരത്തിന് ചുറ്റും ചുവന്ന രാഖി കെട്ടിയിരിക്കുന്ന ഒരു പിക്ചറാണത്. 1970s സുന്ദർലാൽ ബഹുഗുണ തന്റെ മറ്റ് എക്കോ ആക്ടിവിസ്റ്റുകൾ ചാന്തി പ്രസാദ് ഭട്ടുമായിട്ടൊക്കെ ചേർന്ന് ഹിമാലയ സാനുക്കളിലെ മരങ്ങളെ സംരക്ഷിക്കാനായിട്ട് അവിടെയുള്ള ആ പ്രദേശങ്ങളിലെ സ്ത്രീജനങ്ങളെയും കൂട്ടിയിട്ട് മരങ്ങള് മുറിക്കുന്നതിന് മുന്നേ ഞങ്ങളെ മുറിക്കുക, അവർ ബോഡീസ് ബിഫോർ ആർ ട്രീസ് എന്നുള്ളൊരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വന്നു. ഓക്കെ, so with this we begin. Ecosystem restoration, അതാണ് നമ്മുടെ ടോപ്പിക്. So to understand what is ecosystem restoration, let us first see എന്താണ് ഒരു ecosystem. Ecosystem എന്ന് പറയുന്നത് it is actually a community of living organisms. Living organismsഉം അതിന്റെ കൂടെ തന്നെയുള്ള മറ്റ് നോൺ ലിവിങ് കോമ്പണൻസും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ecosystem. In this slide I have shown you a ecosystem of a pond as well as land. ഈ പോണ്ടിൽ ecosystem you can see different kind of biotic as well as abiotic components. Biotic components എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള plants are the producers, you know that. Rooted plants ഉണ്ട്, phytoplanktons ഉണ്ട്, പിന്നെ consumers ഉണ്ട്, primary consumers like zooplankton, പിന്നെ secondary consumers, അങ്ങനെ പോകുന്നു. പിന്നെ abiotic components ഉണ്ട് ഇതിനകത്തുള്ള വെള്ളം, മണ്ണ്, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ലാൻഡിലും സെയിം തിങ്, ബയോട്ടിക് ആസ് വെൽ ആസ് abiotic components. Abiotic components എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ട്, റെയിൻഫോൾ ഉണ്ട്, soil, air, fire, atmosphere, topography, all this comes under the abiotic components. ഇവിടെയും trees and plants are the producers. നമുക്ക് വേണ്ടതെല്ലാം തരുന്നവരാണ്. വായു ആവട്ടെ, ഭക്ഷണം ആവട്ടെ, and they release oxygen during the process of photosynthesis, and plants are eaten by primary consumers. Primary consumers eaten by secondary consumers. ഈ എല്ലാ ജീവികളും ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവര് മണ്ണിനോട് മണ്ണായി ചേരുന്നു. അവര് ന്യൂട്രിയൻസ് ആയിട്ട് വീണ്ടും വളമായിട്ട്
ഈ ചെടികളും വൃക്ഷതലാതാദികളൊക്കെ അത് കൺസ്യൂം ചെയ്യുന്നു. ആൻഡ് ദ സൈക്കിൾ ഗോസ് ഓൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് ഈ പരിസ്ഥിതിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡുമുള്ള ലിങ്ക് ആണ്. നമ്മൾ ശ്വാസം വലിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും ഞാൻ നിങ്ങൾ ശ്വാസം വലിക്കുന്നു. അതൊരു എബയോട്ടിക് എലമെന്റ് ആണ്. ആ ഒരു എയർ, ഓക്സിജൻ, അത് നോൺ ലിവിങ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവന്റെ ഒരു ഭാഗമാണ്. അല്പം നിമിഷത്തേക്കെങ്കിലും നമ്മുടെ കോശങ്ങൾ അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി നമുക്ക് വേണ്ട ഊർജവും എല്ലാം അതിൽ നിന്ന് സമാഹരിച്ചിട്ട് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു എബയോട്ടിക് കമ്പോണന്റ് പുറത്തേക്ക് വരുന്നു. നമ്മൾ നിരന്തരം ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട്, നമ്മുടെ ഇക്കോസിസ്റ്റമായിട്ട്. നമുക്ക് പരിസ്ഥിതി ഇല്ലാതെ നമുക്കൊരു നിമിഷം പോലും നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഇതിന്റെ ഭാഗം, ഇതിന്റെ ഒരു അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ഹാർമണിയിലുള്ള ഒരു എന്താ പറയാ, നമ്മുടെ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് കോമ്പണൻസ് പരസ്പരം ലിങ്ക് ചെയ്ത് പലതരം ന്യൂട്രിയൻ സൈക്കിൾസിലൂടെയും എനർജി ഫ്ലോസിലൂടെയും അത് അതിന്റെ ഇന്ററാക്ഷൻ അനുസ്യൂതം തുടർന്നാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എക്കോസിസ്റ്റത്തിനെ പറ്റി ഇത്രയധികം നമ്മൾ ബോധവാന്മാരാവേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എക്കോസിസ്റ്റത്തിനെ പറ്റി എന്തിനാണ് പഠിക്കുന്നത്? വാട്ട് ഈസ് എ നീഡ്? വൈ ഡു വി നീഡ് ടു നോ മോർ അബൌട്ട് എക്കോസിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു പക്ഷേ നമുക്ക് ഇന്നത്തെ ഇപ്പം ഈ കാലത്തിലെ നമ്മുടെ ഏറ്റവും വലിയൊരു പാൻഡമിക് വന്നിരിക്കുന്നു. ഇതിന് എക്കോസിസ്റ്റം ഡിസ്റപ്ഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ ചെയ്തികൾ അനന്തരഫലമായിട്ടാണോ ഇങ്ങനെയുള്ള പാൻഡമിക്കുകളും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ എക്കോസിസ്റ്റത്തിനെ ഏൽപ്പിക്കുന്ന മുറിവ് കൊണ്ടാണോ എന്നുള്ള ചിന്ത. ഇസ് ദർ എ ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ സച്ച് പാൻഡമിക്സ് ആൻഡ് എക്കോസിസ്റ്റം ഡിസ്റപ്ഷൻ? ഉണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, എക്കോസിസ്റ്റം അല്ലെ എക്കോളജിയുടെ കൺസർവേഷനും ബയോഡൈവേഴ്സിറ്റിയും ജൈവവൈദ്യം ഇതെല്ലാം തമ്മിൽ പരസ്പരം വളരെയധികം ബന്ധമുണ്ട്. ബിക്കോസ് so many studies they have shown that about 60% of human diseases comes from animals. അതിൽ തന്നെ 72% വൈൽഡ് ആനിമൽസിൽ നിന്നും വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ആദ്യം പറഞ്ഞിരുന്ന ഒരു തിയറി കൊറോണ വൈറസ് വരുന്നത് ഇതുപോലത്തെ വൈൽഡ് സ്പീഷീസ് എന്നാണ്. ഈ വൈൽഡ് സ്പീഷീസ് യു ക്യാൻ കോൾ ദം റിസർവോയർ സ്പീഷീസ് എന്ന് പറയും. റിസർവോയർ സ്പീഷീസ് പാത്തജൻസ്, അതുപോലെ തന്നെ ആനിമൽസ് അവർ കോയിവോൾവ് ചെയ്യും. അങ്ങനെ ഈ പാത്തജൻസ് സാധാരണ ഇതിൽ റിസർവോയറിന് വലിയ ദോഷമൊന്നും ചിലപ്പോൾ ഉണ്ടാക്കില്ല, ഡിസീസ് ഉണ്ടാക്കത്തില്ലായിരിക്കാം. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ദ വൈറസ് സംടൈംസ് ഗെറ്റ് ഇൻ ടു ഹ്യൂമൻസ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടല്ല, പക്ഷെ മറ്റൊരു ജീവിയിലൂടെ. സോ എ ഡിഫറെന്റ് ആനിമൽ ഈസ് ദ ഇന്റർമീഡിയറി. ഹിയർ യു ക്യാൻ സീ എ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. There are so many intermediate hosts through which the viruses can infect humans. That intermediate species is called a spillover. Spillover എന്ന് നമ്മൾ പറയും. പലതരത്തിലുള്ള സ്പില്ലോവർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, COVID-19 കേസിൽ ഒരു ഈനാമ്പേച്ചി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പാങ്കുലിൻ സ്പില്ലോവർ ആണെന്ന് സംശയിച്ചിരുന്നു. കാരണം വുഹാനിലെ മാർക്കറ്റിൽ, ഫ്രം വേർ ദിസ് വൈറസ് ആക്ച്വലി ഒറിജിനേറ്റഡ്, വുഹാനിലെ മാർക്കറ്റിൽ അവര് ചൈനക്കാർക്ക് ജീവനോടെ ഓരോ ജീവികളെ ഭക്ഷിക്കുന്നതാണ് അവരുടെ ഒരു രീതി. ജീവനോടെ ഭക്ഷിക്കുമ്പോൾ അതിന് കൂടുതൽ ഗുണമുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം പല ജീവികളെയും അവർ കൊല്ലാതെയാണ് ഭക്ഷിക്കുന്നത്. ചില വിരകളെയൊക്കെ അവർ വൈനിലിട്ടോ ബിയറിലിട്ടോ അതിനെ ബോധം കെടുത്തിയിട്ട് ജീവനോടെ അതിനെ അങ്ങോട്ട് വിഴുങ്ങുക ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ഇതിനെയൊന്നും പ്രോസസ് ചെയ്യുകയോ കൊല്ലുകയോ പോലും ചെയ്യാതെ ഇങ്ങനെ കഴിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ സ്പിൽ ഓവർ സ്പീഷീസിൽ നിന്നും വൈറസും മറ്റുള്ള അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ഇൻജസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വൈറസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ പുതിയ ആനിമലിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ഈ സ്പിൽ ഓവർ സ്പീഷീസിൽ എത്തിക്കഴിയുമ്പോൾ ആ വൈറസ് ഭയങ്കര വിറുലന്റ് ആവും, കൂടുതൽ ശക്തി നേടിയിട്ട് ഇറ്റ് ആക്ച്വലി അണ്ടർഗോസ് എ കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ വിച്ച് മേക്സ് ഇറ്റ് കണ്ടേജിയസ്. മ്യൂട്ടേഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാക്ട് വൈറസിന്റെ കോപ്പീസ് ഉണ്ടാക്കുന്നതിനകത്തുള്ള സംഭവിക്കുന്ന ഒരു എറർ ആണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ it is a natural genetic process and mutation cannot be avoided. Mutation avoid ചെയ്യാൻ പറ്റില്ലെങ്കിലും you can avoid spillover. Spillover is definitely avoidable. നമ്മൾ കൂടുതലായിട്ടും ഇതുപോലത്തെ എക്സോട്ടിക് സ്പീഷീസിനെ നമ്മൾ കടന്നാക്രമിക്കുകയോ അവരെ അനാവശ്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ you can avoid the spillover.
spillover actually is caused by shrinking habitats of the spillover. Animals ആവട്ടെ ബേർഡ്സ് ആവട്ടെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റില് ഇക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു കയറി അവരെ ആക്രമിക്കുമ്പോഴാണ് ഈ സ്പില്ലോവർ നടക്കുന്നത് തന്നെ ആക്ച്വലി. And it actually spillover occurs when the biodiversity gets altered and the species numbers are reduced and the population densities decline. So this actually creates an opportunity for a virus to spill over, mutate and multiply inside humans. And you know, according to natural selection, the virus will become more virulent in the spillover. Spillover ലാണ് അതിന് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്, അഗ്രസീവ് ആവുന്നത്. And this also leads to the formation of more toxic and contagious phenotypes. ഫൈനലായിട്ട് ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്ട്രെയിനുകൾ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുകയും നമ്മൾ അവരുടെ ടെറിട്ടറിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇറ്റ് വിൽ എയ്ഡ് ദ സ്പ്രെഡ് ഓഫ് വേരിയസ് ഡിസീസസ്. ആൻഡ് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്, വെൻ വി ബ്രേക്ക് ദ ഇന്റഗ്രിറ്റി ഓഫ് നാച്ചുറൽ ഇക്കോസിസ്റ്റംസ്, we create conditions that actually invite pandemics upon us. അതാണ് പല കേസിലും ഹ്യൂമൻ ഡിസീസുകളില് പലതരം ഹോസ്റ്റുകളായിട്ട് ഈ പറയുന്ന പല ആനിമൽസും വർത്തിക്കുന്നു. അവരുടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ചില സ്പില്ലോവേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് ഇവരുടെ ടെറിട്ടറിയിൽ നമ്മൾ കയറി ഇവരെ ശല്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആക്ച്വലി അതിനകത്തുള്ള വൈറസുകൾ വിറുലന്റ് ആയിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ച് നമ്മളെ ആക്രമിക്കാൻ നോക്കുന്നത്. I hope the idea is clear. So we should remember that every animal or every plant, every fungus has a right to live. It also needs a space to live. Okay. അപ്പം നമ്മൾ അതിനെ അനാവശ്യമായിട്ട് അവരുടെ ആ equitable share of earth we should provide. Now, that is not the only crisis that we are facing now. നമ്മൾക്ക് ഇപ്പൊ മൾട്ടിപ്പിൾ ക്രൈസിസുകളാണ്. COVID-19 മാത്രമല്ല നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വി ആർ ഫേസിങ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ഒരു കെട്ടുകഥയാണ് എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഇസ് ട്രൂ, ഇറ്റ് ഇസ് റിയലി ഹാപ്പനിങ്. ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് വൾണറബിലിറ്റി അതിനെ പറ്റിയുള്ള ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടാണിത്. മിക്കവാറും എല്ലാ സ്റ്റേറ്റ്സും തന്നെ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ഇതിനോട് വൾണറബിൾ ആണ്. പക്ഷെ കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത് റൂറൽ ഇന്ത്യ ആണ്, ഫാം സെക്ടർ ആണ് കൂടുതൽ വൾണറബിൾ. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ്, അത് എക്സ്ട്രീം വെതർ ഇവന്റ്സ് വരുന്നുണ്ട്. മഴ പെയ്യും, കൊടിയ വേനല്, ഇങ്ങനെയുള്ള എക്സ്ട്രീം വെതർ വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങള് അതുകൊണ്ട് അഫക്റ്റഡ് ആവുകയാണ്. ആക്ച്വലി ഇൻ 2020 21 മേജർ വെതർ ഇവന്റ്സ് ഏകദേശം 1374 ജീവനുകൾ എടുത്തു. ഹെവി റെയിൻസ്, നമുക്ക് തന്നെ അറിയാം 2017-18 കേരളത്തില് വന്ന പ്രളയം നമുക്ക് എന്തുമാത്രം നാശം വിതച്ചു എന്നുള്ളത്. ഫ്ലഡ്, തണ്ടർ സ്റ്റോംസ്, ദീസ് ആർ ഓൾ റെസ്പോൺസിബിൾ ഫോർ 51% ഓഫ് ഡെത്ത്സ്. ഓൾസോ ലൈറ്റ്നിങ്ങിന്റെ ഇൻസിഡൻസ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. 33% ഓഫ് ഡെത്ത്സ് ഇസ് ഡ്യൂ ടു ലൈറ്റ്നിങ്. എല്ലാ വർഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവറി ഇയർ ഇസ് ദ ഹോട്ടസ്റ്റ്. ആ വർഷത്തെ റെക്കോർഡ് ആ വർഷത്തിലാണ് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾക്ക് പോകുന്നത്. Until the next year comes and the record breaks, that year is the hottest. Climate change സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, സയന്റിസ്റ്റുകള് പ്രവചിച്ചതിനെക്കാട്ടും മുന്നേ സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം. India actually has recorded 12 of the 15 warmest years in the past 15 years. അവസാനത്തെ നമ്മുടെ കഴിഞ്ഞ ദശകം, ലാസ്റ്റ് ഡിക്കേഡ്, that was also warmest ever on record. 2011 തൊട്ട് 2020 വരെയുള്ള years, it was the warmest decade ever. Now, what are the impacts of climate change? Climate ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഇമ്പാക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബേസിക് നെസസിറ്റി ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇതിനകത്ത് ഫുഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ബൈ 2030 9 out of 10 major crops will experience reduced or stagnant growth rates. അങ്ങനെ വളർച്ച മുരടിക്കുമ്പോൾ ഈൽഡ് കുറയുമ്പോൾ ആവറേജ് പ്രൈസുകൾ കണ്ടമാനം കൂടാൻ സാധ്യതയുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് food will be accessible only to the rich people. Poor will be again suffering from starvation. ഇതിന് വളർച്ച മുരടിക്കാന്ന് മാത്രമല്ല, വില കൂടുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം.
ഇതിന്റെയൊക്കെ ന്യൂട്രിയൻ കണ്ടന്റ്, ക്രോപ്സിന്റെ ന്യൂട്രിയൻ കണ്ടന്റിന്റെ ഒരു ഡേറ്റയാണിത്. ഫ്രം 1950 to 1999, it is observed that the nutrient contents like proteins, calcium, iron, and different kinds of vitamins are going down. So, ആളുകളുടെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് എന്നതിന്റെ അർത്ഥം നമ്മളുടെ ആരോഗ്യം പഴയ ആളുകളുടെ അത്ര ആരോഗ്യം നമുക്ക് ഇല്ല. Why? Because we are consuming food which is not nutrient rich. Another problem is the farmers' unrest. കർഷക സമരം, കർഷക ആത്മഹത്യകൾ ഒത്തിരി നമ്മുടെ നാട് കണ്ടതാണ്. Now, this agrarian distress is evident in the form of farmers' protests. മാസങ്ങളായിട്ടും ഫാമേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇത്തരത്തില് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള ആ മണ്ണിന്റെ ഫലഭൂഷ്ഠത, പ്രൊഡക്ടിവിറ്റി, പൊട്ടൻഷ്യൽ നഷ്ടപ്പെടുന്നു ക്ലൈമറ്റ് ചേഞ്ച് കാരണം. അതുപോലെ ഉള്ള ഭക്ഷണത്തിന്റെ തന്നെ ഗുണമേന്മ കുറയുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ, ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ വാങ്ങിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളുടെ എണ്ണം കുറവാണ്. ലോകത്തെ 200 ധനികരില് ആണ് ഫുൾ ഗ്ലോബൽ പോപ്പുലേഷൻ ഹോൾഡ് ചെയ്യേണ്ട 40% മണി അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. So that is why it is a pathetic state that 850 million people രാത്രി ഭക്ഷണം കഴിക്കാതെയാണ് ഉറങ്ങുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഹെയ്ത്തിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഹെയ്ത്തിയില് they do not have enough food. അപ്പം അവര് മണ്ണിനകത്ത് ഭക്ഷ്യ എണ്ണ കുഴച്ച് ഒരു തരം അപ്പം പോലെ ചുട്ടെടുത്തിട്ട് മണ്ണിന്റെ അപ്പം കഴിക്കുന്ന ആളുകളുണ്ടെന്നാ പറയുന്നത്. ജസ്റ്റ് ഇമാജിൻ. അത്രയ്ക്ക് പത്തറ്റിക് ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ചില രാജ്യങ്ങളിലെ കണ്ടീഷൻ. They do not have enough water, they do not have enough food. Now, it is evident that there is economic slowdown. ഇത് കൂടുതൽ റൂറൽ ഡിസ്ട്രസ് ഉണ്ടാക്കുന്നുണ്ട്. എക്കണോമിക് സ്ലോ ഡൗൺ. വി നോ ദാറ്റ് സിൻസ് ലോക്ക്ഡൌൺ സ്റ്റാർട്ടഡ്, നമ്മുടെ ഇവിടെയുള്ള അതിഥി തൊഴിലാളികളൊക്കെ they do not have jobs, they are forced to return to their native places. അവരുടെ വില്ലേജുകളിലേക്ക് കാൽനടയായിട്ടും വണ്ടി കിട്ടിയാലായി, അല്ലെങ്കിൽ കാൽനടയായിട്ട് കിലോമീറ്ററോളം താണ്ടി തിരിച്ച് അവരുടെ നാടുകളിലേക്ക് എന്തെങ്കിലും കഴിച്ചു കഴിയാം എന്നുള്ള ഒരു പ്രതീക്ഷയില് they are going back. So it has resulted in rural distress to a very large extent. Actually, ഈ കോവിഡ് റൂറൽ ഏരിയാസിലും കുറെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാരണം ഇതും ആവാം. This actually needs to be addressed on war footing actually. ഈ റൂറൽ സ്ലോ ഡൗൺ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ വളരെയധികം ബാധിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 2022 നമ്മുടെ GDP ഒത്തിരി താന്നു പോകുമെന്നാണ് പറയുന്നത്. Now, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് റേറ്റ് മറ്റുള്ള സൗത്ത് ഏഷ്യൻ നേഷൻസിനെ വെച്ച് നോക്കുമ്പം പാകിസ്ഥാൻ മാത്രം എക്സംഷൻ, we are very below other South Asian countries on sustainable development growth ranking, and we must definitely change this. പാകിസ്ഥാൻ മാത്രമേ നമ്മുടെ താഴെയുള്ളൂ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എല്ലാത്തിലും താഴെയാണ് ഇന്ത്യ. ഞാൻ പറഞ്ഞു COVID-19 അല്ലെങ്കിൽ മറ്റുള്ള പാൻഡമിക്സ് ഈ പറയുന്ന എക്കോസിസ്റ്റം ഡിസ്റപ്ഷനായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് എയർ പൊല്യൂഷനും കോവിഡും തമ്മിലുള്ള ബന്ധം. വായു മലിനീകരണവും കോവിഡും തമ്മിൽ എന്താണ് ബന്ധം? There are so many studies which have shown that air pollution is linked with 15% COVID-19 deaths worldwide. ഒരു ഹൈ പെർട്ടിക്കുലേറ്റ് പൊല്യൂഷൻ, പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ തരികള്, അത് കൂടുതൽ പൊല്യൂഷൻ ഉള്ള ഏരിയാസില് ആളുകൾക്ക് കോവിഡ് വന്നാൽ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ലെസ് പൊല്യൂട്ടഡ് ഏരിയാസ് ഓർ വില്ലേജസ്. അപ്പം പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് അഗ്രവേറ്റ് ദ സിറ്റുവേഷൻ. കോവിഡ് ഡെത്ത്സ് ആർ ഡെഫിനറ്റ് ഇഫ് ദർ ഇസ് മോർ എയർ പൊല്യൂഷൻ. നിങ്ങൾക്കറിയാം എയർ പൊല്യൂഷന്റെ പല വിധത്തിലുള്ള സോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ് പൊല്യൂട്ടൻസ് എമർജ് ചെയ്യുന്നത്. ഇന്ത്യയിലെ എയർ പൊല്യൂഷന്റെ കുറച്ച് സോഴ്സസ് ആണ് ഡസ്റ്റ്, കൺസ്ട്രക്ഷൻസ്, വേസ്റ്റ് ബേൺ ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡെഫിനറ്റ്ലി, ഡീസൽ ജനറേറ്റർ, ഇൻഡസ്ട്രീസ്, ഈവൻ ഡൊമസ്റ്റിക് കുക്കിംഗ്. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ മാത്രമല്ല, നമ്മുടെ റൂറൽ ഇന്ത്യയിലെ ഇൻഡോർ എയർ പൊല്യൂഷൻ വളരെ അധികം ഉണ്ട്. നമ്മളുടെ ഇതുപോലെ ഗ്യാസ് ഒന്നും ഇല്ല അവിടെയൊക്കെ.
ചൂളയിൽ നിന്ന് സ്മോക്ക് അടിച്ചിട്ട് വീട്ടമ്മമാർക്ക് എയർ പൊല്യൂഷൻ, ഇൻസൈഡ് എയർ ഇസ് പൊല്യൂട്ടഡ്. So that also has to be taken into account. Particulate matter burden. Idam latest reports ആണ്. Valuing nature means valuing clean air. We need clean air and clean oxygen. പണ്ടൊക്കെ ഓക്സിജൻ പാർലർ വരും എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് തമാശയായിട്ട് തോന്നി. ജസ്റ്റ് ലൈക്ക് വി പ്രെഡിക്റ്റഡ് ആളുകൾ മിനറൽ വാട്ടർ കുപ്പിയിൽ വെള്ളം കുടിക്കും എന്ന് പ്രവചനം വന്നപ്പോഴും അതൊക്കെ എങ്ങനെ സംഭവിക്കും, എവിടെ നോക്കിയാലും വെള്ളമല്ലേ, അങ്ങനെ ഒരു കാലം വരികയില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു. പക്ഷെ we are used to drinking mineral water actually. Bottled water നമുക്കൊരു ശീലമാണ് ഇപ്പം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം കയ്യിൽ കരുതുകയില്ല. വീട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ we never take water bottles with us. ഏതെങ്കിലും കടയിൽ കയറി we have mineral water സൗകര്യപൂർവ്വം. അതുപോലെ തന്നെ ഇപ്പൊ ഓക്സിജനും നമ്മൾ വാങ്ങിക്കേണ്ട അവസ്ഥ. സിലിണ്ടറിൽ ഓക്സിജൻ വാങ്ങിക്കുന്നു, ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് വാങ്ങിക്കുന്നു. ഓക്സിജൻ കിട്ടാതെ മനുഷ്യർ പെടഞ്ഞു മരിക്കുന്ന അവസ്ഥ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എയർ പൊല്യൂഷൻ ഹാസ് കിൽഡ് 1.67 million Indians in 2019. അതായത് രാജ്യത്തിന്റെ മൊത്തം മരണനിരക്കിലെ 18% is due to air pollution. പല പൊല്യൂഷൻ ലിങ്ക്ഡ് ഡെത്ത്സും എയർ പൊല്യൂഷൻ കാരണം എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. This as per the Lancet study, 92% of deaths occur in low and middle income countries in 2015. കുട്ടികള് വളരെയധികം പൊല്യൂഷൻ റിലേറ്റഡ് ഡിസീസുകൾക്ക് വൾണറബിൾ ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള എയർ പൊല്യൂഷൻസ് ബാധിക്കുന്നത് മൈനോറിറ്റീസിനെയും മാർജിനലൈസ്ഡ് ആളുകളെയാണ്. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. Even indoor air pollution is affecting the rural population. ഇതൊരു വിഷ്വസ് സൈക്കിൾ ആണ്. നമുക്ക് പൊല്യൂഷൻ കൂടുന്നുണ്ട്. ഇറ്റ് ഈസ് ലിങ്ക് ടു COVID-19. COVID-19 വന്നു കഴിഞ്ഞാൽ പൊല്യൂഷനുള്ള ഏരിയകളിൽ കൂടുതൽ എഫക്റ്റഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ലോക്ക്ഡൌൺ വരുവാണെങ്കിൽ എയർ പൊല്യൂഷൻ കുറഞ്ഞതായിട്ട് നമ്മൾ എല്ലാവരും അനുഭവസ്ഥരാണ്. നമ്മുടെ ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പം ഇന്ത്യ ഗേറ്റ് തെളിഞ്ഞു കണ്ടതും, അല്ലെങ്കിൽ നമ്മൾ ദൂരെയുള്ള മലകൾ, ഇപ്പം ഞാനാണെങ്കിലും ഫ്ലാറ്റിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങള് ദൂരെയുള്ള മല വിസിബിൾ ആണ്, പണ്ടത്ര വിസിബിൾ അല്ലായിരുന്നു. സോ ദ എയർ വാസ് ക്ലിയർ ഡ്യൂ ടു ലോക്ക്ഡൌൺ. വി ഓൾ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അപ്പം പൊല്യൂഷൻ കുറയുമ്പോൾ ആക്ച്വലി COVID-19 ഇൻസിഡൻസിന്റെ റിസ്ക് ഫാക്ടർ കുറയുന്നു എന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. Now, another problem, environmental issue, is the river pollution. Namade water scarcity means that available fresh water is being contaminated and degraded. In spite of all the warnings, namalde naattile nammade rajyathe millions of tons of sewage from industries, from households treat ചെയ്യade അങ്ങനെ തന്നെ എഫ്ലുവൻസ് കടലിലേക്കും നദികളിലേക്കും ഒഴുക്കി വിടുകയാണ്. ചിലരുടെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡൈല്യൂഷൻ ആണ്. ദ സൊല്യൂഷൻ ടു പൊല്യൂഷൻ ഈസ് ഡൈല്യൂഷൻ. അങ്ങ് നേരെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ പൊല്യൂഷൻ ഒരു പരിഹാരമായി, ജസ്റ്റ് ഡൈല്യൂട്ട്. സോ ഇങ്ങനെയുള്ള ചിന്താഗതികൾ വരുമ്പോൾ നമുക്ക് ആകെയുള്ള പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ is declining. 72% of India's sewage is simply dumped into rivers untreated. നമ്മൾ ചെയ്യുന്നത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയും അല്ലെ. നിങ്ങൾ വിതയ്ക്കുന്നതേ കൊയ്യൂ. അതാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോ ഒരു ജ്യൂസ് കുടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റ് ചിപ്സ് കഴിച്ചു, അത് നേരെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇച്ചിരി വെള്ളം കണ്ടു കഴിഞ്ഞാൽ നദിയോ പുഴയോ അങ്ങോട്ടിടും. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഇത്തരം ബോട്ടിൽസും പാക്കറ്റ്സും ഫുഡ് പാക്കറ്റ്സും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കണം. ജസ്റ്റ് വൺ ടൈം യൂസിനുള്ള പാക്കറ്റ്സ് ആയിരിക്കും ഇതൊക്കെ. ഇതൊക്കെ നേരെ ആ നദിയിലേക്കും എവിടെയാണോ കാണുന്നത് അവിടേക്ക് വിടും. പ്രളയം വന്നു കഴിഞ്ഞ് തിരിച്ച് കടലെല്ലാം തിരിച്ച് റിട്രീവ് ചെയ്തപ്പോൾ നമ്മൾ എത്രമാത്രം മാലിന്യം കടലിന് സമ്മാനമായിട്ട് കൊടുത്തോ അതെല്ലാം കടലും പുഴയും നമുക്ക് തിരിച്ചു തന്നു. അത് ഇത്രയുണ്ട്. സോ ഇതുകൊണ്ടുള്ള ദോഷം എന്താണ്? സത്യം പറഞ്ഞാല് സമുദ്രത്തിലെ മത്സ്യത്തിന്റെ
ആ ഒരു ഡെൻസിറ്റിയെക്കാട്ടും കൂടുതലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാസ്റ്റിക്സ് നമ്മുടെ സമുദ്രത്തിലും മറ്റുള്ള ഈ പ്ലാസ്റ്റിക്സ് ആ സലൈനിറ്റി, pH, അതിന്റെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് ഇത് പൊടിഞ്ഞ് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കണം നിങ്ങൾക്ക് കാണാം. ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയി. ഇത് ആരും മുറിച്ചിട്ടതല്ല കേട്ടോ. ദിസ് വർ ഓൾ ബിഗ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് വിച്ച് വർ സിംപ്ലി ഡംപ്ഡ് ഇൻ ടു ദ ഓഷ്യൻസ്. ഇത് അവിടെ കിടന്ന് കാലങ്ങളെടുത്ത് ഈ തരത്തിലുള്ള മൈക്രോ സൈസ്, നാനോ സൈസ്ഡ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആയി. ഇതൊരു ഫൈബേഴ്സിന് എക്സാമ്പിൾ ആണ്. ഫിഷ് നെറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ, ചില കപ്പലുകൾ അപകടത്തിൽ പെടുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വായിച്ചു കാണും, കപ്പല് അപകടം. അതിനകത്തുള്ള കണ്ടെയ്നേഴ്സ് മുഴുവനും എണ്ണയും മറ്റുള്ള പല പ്രോഡക്ട്സും എല്ലാം കടലിലേക്ക് പോയി. സോ ദീസ് കൈൻഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ കടലിനെ പൊല്യൂട്ട്. അപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ഭക്ഷണത്തിനകത്ത് ഉപ്പ് ഉൾപ്പെടുത്തുന്നവരാണ്. ഉപ്പ് ഇല്ലാതെ ഭക്ഷണം ആരും തന്നെ കഴിക്കുന്നില്ല. ഉപ്പ് എവിടെ നിന്ന് കിട്ടുന്നു? കടൽ വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഉപ്പ് നമുക്ക് കിട്ടുന്നത്. ഉപ്പിനകത്ത് റിസർച്ച് പ്രൂവ് ചെയ്യുന്നത് ഉപ്പിനകത്ത് ധാരാളം മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ എന്താണോ വിധിക്കുന്നത് അത് നിങ്ങൾ പോയി. നിങ്ങൾ അങ്ങോട്ടേക്ക് കടലിന് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തു, തിരിച്ച് കടല് നിങ്ങൾക്ക് അതൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നാനോ മൈക്രോ പ്ലാസ്റ്റിക്സ് ആയിട്ട് നമ്മുടെ ടേബിൾ സോൾട്ട് 90% ഓഫ് ടേബിൾ സോൾട്ടില് യു ക്യാൻ ഫൈൻഡ് മൈക്രോ പ്ലാസ്റ്റിക്സ്. പിന്നെ എങ്ങനെ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കും? ഇനി ഇതിന് ഒരു പരിഹാരം ഞാനിവിടെ വീട്ടിൽ പ്രാക്ടീസ്, ഐ ടേക്ക് ഓൺലി റോക്ക് സോൾട്ട്. റോക്ക് സോൾട്ട് പാറ വെട്ടി ഉണ്ടാക്കുന്ന ഉപ്പ്, പിങ്ക് സോൾട്ട്, പിങ്ക് കളറിലിരിക്കുന്നത് ഇന്ദുപ്പ് എന്നൊക്കെ പറയും. അത് വലിയ കുഴപ്പമില്ല. അതിനകത്ത് ഇങ്ങനത്തെ മൈക്രോ പ്ലാസ്റ്റിക് നമ്മൾ അവിടെ ചെന്ന് ആക്രമണം തുടങ്ങിയില്ല, ഇല്ലെങ്കിൽ അവിടെയും കണ്ടേനെ മൈക്രോ പ്ലാസ്റ്റിക്സ്. നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് ഇസ് ഗുഡ് ഫോർ BP ഓൾസോ, ഈ ഇന്ദുപ്പ്. സോ ബെറ്റർ ടു യൂസ് ദാറ്റ്. ഇച്ചിരി വില കൂടുതലാണ് എങ്കിലും മൈക്രോ പ്ലാസ്റ്റിക്സ് ഇല്ലാതെ ധൈര്യമായിട്ട് കഴിക്കാം. മറ്റൊന്നാണ് ഹസാർഡസ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റിന്റെ എമൗണ്ട് കൂടുതലാണ്. ഇത് വളരെയധികം ടോക്സിസിറ്റി എക്കോസിസ്റ്റത്തിലേക്ക് തള്ളിവിടുകയാണ്. ആൻഡ് ദ studies shows that India has added almost 2,400 more hazardous units in just 2 years. But we have still hope. നമ്മൾ എക്കോസിസ്റ്റം ഇത്രയധികം നമ്മൾ ഡാമേജ് ചെയ്ത് കഴിഞ്ഞു. But we have to restore it. That is our aim. എങ്ങനെ നമുക്ക് എക്കോസിസ്റ്റത്തിനെ റെസ്റ്റോർ ചെയ്യാം? What is ecosystem restoration? It is actually the recovery of ecosystem that have been degraded or destroyed, or it is actually the conserving of ecosystem which is still intact. ഇപ്പോഴും നമുക്ക് ചില എക്കോസിസ്റ്റംസ് അറ്റ്ലീസ്റ്റ് കൺസർവ് ചെയ്യെങ്കിലും ചെയ്യാം അല്ലെ? നമ്മുടെ ലക്ഷദ്വീപ് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് അതാണ്. അത് വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലം, കോറൽ റീഫ്സ് കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നല്ല ഒരു ഭൂമി. If possible, we should take all measures to conserve the ecosystem which we still have intact in our hands. ഏതൊക്കെ തരം എക്കോസിസ്റ്റംസ് നമുക്ക് റെസ്റ്റോർ ചെയ്യാം? നമുക്ക് ഫോറസ്റ്റുകൾ റെസ്റ്റോർ ചെയ്യാം. യു ക്യാൻ ഡു അഫോറസ്റ്റേഷൻ. നമ്മളിപ്പോ ചെയ്തോണ്ടെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ആണ്. യു ക്യാൻ പ്ലാൻ മോർ ട്രീസ്. ട്രീസ് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ സീക്വസ്റ്റർ ചെയ്യാൻ, സോക്ക് ചെയ്യാനായിട്ട് ട്രീസ് വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കൂടും. വി വിൽ സ്റ്റാർവ് ഫോർ ഓക്സിജൻ. ഭക്ഷണം വെള്ളത്തിന് നമ്മൾ സ്റ്റാർവ് ചെയ്യുന്നത്, വി വിൽ സ്റ്റാർവ് ഫോർ ഓക്സിജൻ ഇൻ ദി നിയർ ഫ്യൂച്ചർ. സോ യു ക്യാൻ പ്ലാൻ ട്രീസ്, പ്രൊട്ടക്ട് ദ ഫോറസ്റ്റ്. പിന്നെ ഫോറസ്റ്റ് അതിൽ നിന്നുള്ള എക്കണോമിക് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് കിട്ടുന്ന രീതിയിൽ യു ക്യാൻ പ്ലാൻ ഇറ്റ്. ദ ഗവൺമെന്റ് ക്യാൻ പ്ലാൻ ഇറ്റ്. പിന്നെ യു ക്യാൻ റെസ്റ്റോർ ദി ഓഷ്യൻസ്, prevent pollution, okay, so that you protect the life in marine environments also. Farmlands you can restore. Cities ഒക്കെ കണ്ടമാനം കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ തിക്കി നിറയ്ക്കരുത്. കുറച്ചൊക്കെ ഓപ്പൺ സ്പേസും കൂടെ വിടണം സിറ്റീസില്. സിറ്റീസിന്റെ ഓപ്പൺ സ്പേസ് സിറ്റിയുടെ ലങ്സ് ആണെന്നാണ് പറയുക. റീക്രിയേഷനുള്ള ഒരു ഏരിയ പോലും, ഒരു തരി പോലും വിടാതെ അങ്ങനെ അങ്ങോട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങള്
പണിത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഹീറ്റ് കാരണം നമുക്ക് സിറ്റികളിൽ നിൽക്കാൻ പറ്റില്ല, ചൂട് കൂടും, ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ദെൻ വെറ്റ്ലാൻഡ്സ് that can also be effectively restored. നമ്മുടെ മാൻഗ്രോവ്സ്, തണ്ണീർത്തടങ്ങള്. And 2021 to 2030 was declared by UN as the decade on ecosystem restoration. ഈ 10 വർഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്? We have to fight the climate heating. Okay, and we have to enhance food security. എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ഒരു സുരക്ഷ നമുക്ക് വരുത്താനുണ്ട്. We have to provide clean water for everyone, and we have to protect the biodiversity on the planet. ജൈവസമ്പത്ത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക്. എത്രമാത്രം ജൈവസമ്പത്തുണ്ടോ അത്രമാത്രം റിച്ച് ആയിരിക്കും ഭൂമി. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, COVID-19 ഇപ്പം അതിന്റെ ഇതിലെല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു, യൂസ് ആൻഡ് ത്രോ മാസ്ക്, PPE സ്യൂട്ട് എടുക്കുന്നുണ്ട്, ഗ്ലൗസ് ഉണ്ട്, തലോടുന്ന ഷീൽഡ് ഉണ്ട്. സോ COVID-19 ഒരു ആഫ്റ്റർമാത്ത് എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റഡ്, ഇഫ് ഇറ്റ് ഇസ് നോട്ട് സേഫ്ലി ഡിസ്പോസ്ഡ് ഓഫ്, ഇത് മറ്റൊരു ക്രൈസിസിലേക്ക് വഴിവെക്കും. ഇറ്റ് വുഡ് ലീഡ് ടു ഇൻഫെക്ഷൻസ്. പ്രോപ്പറായിട്ട് ഇത് ഡിസ്പോസ് ചെയ്യാത്ത നമ്മളുടെ അശ്രദ്ധ കാരണം ഇനിയും ഇൻഫെക്ഷൻസ് വരാനായിട്ട് ഇത് കാരണമാകും. ഇന്ത്യയിൽ ഇപ്പോഴും 12% ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് ഒരു ട്രീറ്റ്മെന്റും ഇല്ലാണ്ടാണ് പുറത്തേക്ക് വിടുന്നത്. These are some examples of how people dispose of their marks carelessly. ഇതിന്റെ സ്ട്രിങ് എല്ലാം വന്ന് നമ്മുടെ ഈ മറ്റു ജീവജാലങ്ങളുടെ കഴുത്തിലും അവിടെ ഇവിടെയെല്ലാം ഉടക്കി അവർക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ വരുവാണ്. പ്ലാസ്റ്റിക്കുകൾ കിടക്കുന്നതിനും പശുവും അങ്ങനെയുള്ള ജീവികളൊക്കെ പ്ലാസ്റ്റിക് കഴിക്കുന്നു. ഓക്കെ, അവർക്ക് ഭക്ഷണം കിട്ടാനില്ലാത്തതുകൊണ്ടായിരിക്കും അവർ പ്ലാസ്റ്റിക്കിൽ അഭയം തേടുന്നത്. Now, this is regarding safe disposal of biomedical waste. Biomedical waste നമ്മൾ ആക്ച്വലി സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് ലൈക്ക് ഡൊമസ്റ്റിക് വേസ്റ്റ്. വീടുകളിലാണെങ്കിലും we have to segregate food waste from plastic waste and paper waste. Metals should be actually disposed of separately. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം കളയാനായിട്ട്. You have different types of non-infected waste, solid waste, anatomical waste which has to be disposed in yellow container, infected plastics which has to be disposed in blue plastic container, sharps, അതായത് needles, cut glasses പോലെയുള്ളത് white plastic container. മറ്റൊരു പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് ബാർകോഡിംഗ് ആണ്. ബാർകോഡിംഗ് സിസ്റ്റം ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ്. That will actually help in the management and tracking of biomedical waste. ഈ വേസ്റ്റ് എല്ലാം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ, ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരെ എത്തുന്നുണ്ടോ, അതിനെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും if we introduce barcoding. Now, so let us take the 4 pledge to green and heal our mother earth. 4 ആറുകൾ മനസ്സിൽ ഓർത്ത് വെക്കുക. റെഫ്യൂസ്, 4 ആക്ച്വലി 5 ഉണ്ട്. റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആൻഡ് റിമൈൻഡ് അതേഴ്സ്. യു ക്യാൻ റെഫ്യൂസ്. നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള മിനറൽ വാട്ടർ ബോട്ടിൽ, അത് എവിടെ ചെന്നാൽ അത് വേണം എന്നുള്ള ഒരു ഇത് യു ക്യാൻ റെഫ്യൂസ് ഇറ്റ്. എനിക്കിത് വേണ്ട, ഐ ഹാവ് ടേക്കൺ വാട്ടർ ബോട്ടിൽ ഫ്രം മൈ ഹോം എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ കടയിൽ ചെല്ലുന്നു, പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗ് അവർ ഓഫർ ചെയ്യുമ്പോൾ യു ക്യാൻ റെഫ്യൂസ് ഇറ്റ്. വേണ്ട, ഞാൻ എനിക്കുള്ളത് കയ്യിൽ കരുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ഗുഡ് മെത്തേഡ്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ചെറിയൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വൺ ടൈം യൂസ് ആൻഡ് ത്രോ അവേ പ്ലാസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നത്. ഒറ്റ തവണ നമ്മൾ കല്യാണങ്ങൾക്കും ചടങ്ങുകൾക്കും എല്ലാം പോകുമ്പോൾ, അല്ലെങ്കിൽ ഫിലിം കാണാൻ പോയി, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയി, നമ്മള് വൺ ടൈം യൂസിനുള്ള മിനറൽ വാട്ടർ വാങ്ങിക്കാത്തവരില്ല. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ ഈവന്റ്, അതെല്ലാം അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും. സോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഒറ്റത്തവണ ഉപയോഗിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് പിന്നെ ഒരു ഉപയോഗമില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിനായിരിക്കും അതിന് പറ്റിയ ഒരു കുപ്പി. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഇപ്പൊ കുപ്പി അവൈലബിൾ ആണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ബ്രിങ് യുവർ ഓൺ വാട്ടർ ബോട്ടിൽ ആൻഡ് ഡോണ്ട് ട്രാഷ് ഓർ ഡോണ്ട് ലിറ്റർ. പിന്നെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം.
വേസ്റ്റിനെ മിനിമൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ചുരുക്കാം. ആവശ്യത്തിൽ കൂടുതൽ എന്തും നമുക്ക് ആവശ്യമില്ല. യു ക്യാൻ ലിമിറ്റ് യുവർ യൂസസ്, മിനിമൈസ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ്. ഓക്കെ, പിന്നെ റീയൂസ് ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വീണ്ടും പുനഃചംക്രമണം ചെയ്യാം. എല്ലാം നമുക്ക് നമ്മളുടെ വീടുകളിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഗാഡ്ജറ്റ്സ്, ഇതിനകത്തൊക്കെ ഉള്ള മെറ്റൽസ് വരെയും പ്രഷ്യസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു തരം എന്താ പറയുക ക്ലീനിങ് ഡ്രൈവ് പോലെ, ക്ലീനിങ് ഡ്രൈവ്സ് ക്യാൻ ബി ഓർഗനൈസ്. നിങ്ങളുടെ കോളേജുകളിലൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം എല്ലാവരോടും ഏത് പർട്ടിക്കുലർ വേസ്റ്റ് ആണോ നിങ്ങൾ കൊണ്ട് അതിനെ പറ്റി ഇൻഫോം ചെയ്തിട്ട് ഏജൻസീസിന് കൈമാറാൻ പാകത്തിന് 100 കിലോയോ ഒക്കെ, whether it be paper waste or whether it be plastic or electronic equipments, ഇതൊക്കെ റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള ഏജൻസീസിന് ഇവരെ അറിയിച്ച് യു ക്യാൻ കണ്ടക്ട് എ ഡ്രൈവ് സോ ദാറ്റ് എല്ലാവർക്കും അവരവരുടെ വീടുകളിലുള്ള വേസ്റ്റിനെ ഒരു ദിവസം കൊണ്ടുവന്ന് ആ പ്രോപ്പർ ചാനലിലൂടെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യൂസ് ചെയ്ത ബാറ്ററീസ് നമ്മൾ ആക്ച്വലി ട്രാഷ് ബില്ലിൽ ഇടാൻ പാടില്ല. വി ഷുഡ് ബി മൈൻഡ്ഫുൾ ഓഫ് അവർ ആക്ഷൻസ്. ഇത് ഭയങ്കര ദോഷം ചെയ്യും മണ്ണിന്. പിന്നെ നമുക്ക് സിംഗിൾ യൂസ് ബാറ്ററീസ് വേണ്ടെന്ന് വെച്ചിട്ട് റീചാർജബിൾ ബാറ്ററീസ് ഉപയോഗിക്കാം. അതുപോലെ റീയൂസ്, വീണ്ടും ഉപയോഗിക്കാം, കഴുകി ഉപയോഗിക്കാം ചില കാര്യങ്ങൾ. ഒരു തവണ എടുക്കുന്ന പ്ലാസ്റ്റിക് കാരി ബാഗ് യു കൻ യൂസ് ഇറ്റ് ഫോർ ഷോപ്പിംഗ് മെനി അതർ ടൈംസ്. ഓക്കെ, അതുപോലെ റീസൈക്കിൾ, യു ക്യാൻ റീസൈക്കിൾ തിങ്സ്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സാമ്പിൾസ്, നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊരു ബ്രെയിൻ സ്റ്റോമിംഗ് വെക്കാം. ആഫ്റ്റർ ദിസ് വെബിനാർ, ഹൗ കൻ യു ഇംപ്ലിമെന്റ് ദിസ് 4 hours? പ്ലസ് യു ക്യാൻ റിമൈൻഡ് അതേഴ്സ്, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാം അല്ലെ. ഒരാൾ തന്നെ ഒരു കാർ എടുത്ത് പോകുന്നത് യു ക്യാൻ റിമൈൻഡ് ബെറ്റർ ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് പറ്റുമെങ്കിൽ. അതുപോലെ ലോക്കൽ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുക, ലോക്കൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ഓൾവേസ് ഇമ്പോർട്ടഡ് തിങ്സ് അല്ലെ. ഫുഡിന്റെ വേസ്റ്റേജ് കുറയ്ക്കാം. ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനും അത് തന്നെയാണ് നല്ലത്. ഓരോ കാലാവസ്ഥയിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, നാടൻ സാധനങ്ങൾ നമ്മൾ പറയും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഫ് ദിസ് ഫുഡ് ഹാസ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ്, വാട്ട് വിൽ പീപ്പിൾ ഡു? അവര് അതിനകത്ത് കേടാവാതിരിക്കാനുള്ള കെമിക്കൽസ് ചേർത്തിട്ടാണ് അതിനെ എക്സ്പോർട്ട് ചെയ്യുക. സോ എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇമ്പോർട്ടഡ് സാധനങ്ങൾ, ദേ വിൽ ഡെഫിനറ്റ്ലി ഹാവ് സം preservatives, അതിനകത്ത് തർക്കമില്ല. സോ ഓൾവേസ് ചൂസ് ലോക്കലി അവൈലബിൾ തിങ്സ് ഇൻ യുവർ മാർക്കറ്റ്. ഓക്കെ, അപ്പം I would like to end by saying that we do not inherit the earth from our ancestors, we borrow it from our children. ഇതൊരു അമേരിക്കൻ പ്രോവർബാണ്. നമ്മളുടെ പൂർവികരിൽ നിന്നും നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയതല്ല ഈ എർത്ത്. ആക്ച്വലി നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ട ഈ ജൈവസമ്പത്തും ഈ ശുദ്ധമായ വായുവും അവർക്ക് കിട്ടാനുള്ള ശുദ്ധമായ ജലവും അവർക്ക് വേണ്ടി കരുതി വെക്കേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ഭൂമിയെ ബാക്കിയെങ്കിലും വെക്കുക. ആക്ച്വലി അതിന് പകരം നമ്മൾ ഇപ്പോഴേ ഇതെല്ലാം അങ്ങോട്ട് തീർത്ത്, എന്റെ കാലത്തിന് ഉള്ളിൽ തന്നെ ഇതെല്ലാം തീർത്ത് അമിതമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ബിക്കോസ് വി ഹാവ് ബോറോഡ് ദിസ് എർത്ത് ഫ്രം അവർ ചിൽഡ്രൻ. നമ്മൾ അവരുടെ നിന്ന് കടമെടുത്തതാണെന്നുള്ളതാണ് ആക്ച്വലി സത്യം. ഓൾസോ റിമെമ്പർ, ഗാന്ധിജി പറഞ്ഞ ദ എർത്ത് ഹാസ് ഇനഫ് ഫോർ എവരിവൺസ് നീഡ്സ് ബട്ട് നോട്ട് ഫോർ എനിവൺസ് ഗ്രീഡ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എല്ലാം പ്രകൃതി വിഭവങ്ങൾ, ആരുടെയും അത്യാഗ്രഹത്തിനുള്ളതല്ല. And I also love this quote by Pope Francis. He says, rivers do not bring their own water. Trees do not eat their own fruit. The sun does not shine on itself. And flowers do not spread their fragrance for themselves. Living for others is a rule of nature. We are all born to help each other. No matter how difficult it is, life is good when you're happy, but much better when you make others happy because of you. So, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാം, മറ്റുള്ളവരെ കരുതാം, ഇക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം. കാരണം നമ്മൾ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. വി ആർ നോട്ട് ഡിഫറെന്റ് ഫ്രം ഇക്കോസിസ്റ്റം, വി ആർ എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇക്കോസിസ്റ്റം. നമ്മൾ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. താങ്ക് യു.
Any questions? I think you can discuss on what you can do on this World Environment Day merely by organizing webinars or doing some activities. That is not enough. We should take it as a lifestyle. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട് മാറണം എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഷുഡ് ബിക്കം എ ഹാബിറ്റ് ആക്ച്വലി. എന്ത് പറയുന്നു? യു ക്യാൻ ഗിവ് യുവർ വ്യൂസ്. You can unmute and speak. ഇതിന്റെ ഫോട്ടോ കാണണം. പിന്നെ എല്ലാവരും ഫോട്ടോ വേണം നോട്ട് ചെയ്യാം. Sindhu. പറയൂ. Better performance. It is simple, understanding, very good. Thank you. Thank you very much. It will become success when all are participating and practicing it. Okay, thank you. Yes. Congratulations. Thank you so much. Thank you, Sindhu, for this power-packed presentation. And I'm sure you have provided a platform for us to think and act for the protection of the environment. സിന്ധു പറഞ്ഞതിൽ ഒരു ആസ്പെക്ട് ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പറയുന്നതാണ്. നമുക്ക് ഫോറിൻ ഫ്രൂട്ട്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സ് അല്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മലേഷ്യൻ ഫ്രൂട്ട് അല്ലെങ്കിൽ തായ്വാൻ അങ്ങനെയുള്ള ഒരു ഫോറിൻ കൺട്രീസിലെ ഫ്രൂട്ട് അതിവിടെ കൊണ്ടുവന്ന് അത് പ്ലാന്റ് ചെയ്യുന്നതിനും അതിനോടൊരു കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഇടയിൽ ഒരു ടോപ്പിൽ കേട്ടു, നമ്മളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതും ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു കൈകടത്തലാണെന്നുള്ളത്. ഒരു പ്രകൃതിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു കൈകടത്തലാണ്. വേറൊരു നാട്ടിൽ വളരുന്ന ആ ഒരു കാലാവസ്ഥയിൽ വളരുന്ന ഒരു പ്ലാന്റിനെ നമ്മളുടെ ഇവിടെ കൊണ്ട് നമ്മൾ കൂടുതൽ വളർത്താൻ ശ്രമിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ ഓക്കെ. അപ്പൊ അതിൽ നമ്മുടെ ഫ്രൂട്ട്സിനെ, നമ്മളുടെ തനതായ ഫ്രൂട്ട്സ്, നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാറ്, നമ്മുടെ തനതായ വിത്തുകള് ഇതൊക്കെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ പാല ഏരിയ ആയിട്ട് നടക്കുന്നുണ്ട്. വിത്ത് കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പ്രാചീന പരമ്പരാഗതമായ നമ്മുടെ വിത്തുകൾ ശേഖരിക്കുന്ന ഒരു മൂവ്മെന്റ് കൂടി ഉണ്ട്. അപ്പൊ അതിനോടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് എന്ന നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇവൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും കൂടുതൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ആ വിത്തുകൾ തനതായ ചെടികളൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാനും അതിനെ കൂടുതൽ നടാനും ഒക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകണം. നമ്മളെപ്പോഴും റംബുട്ടാൻ അങ്ങനെയുള്ളതിന്റെ പുറകെ പോകാതെ. അപ്പൊ അതും നമ്മളുടെ ഒരു ചെറിയ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു കൈകടത്തൽ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഈ ആവാസ ഇവര് ഇൻവേസീവ് സ്പീഷീസ് ആണെന്നാണ് പറയാ അല്ലെ ടീച്ചർ? ഇൻവേസീവ് അതായത് മറ്റുള്ള നമ്മുടെ തനതായിട്ടുള്ള തന്നെ ഇത് അങ്ങോട്ട് കൈയേറ്റം ചെയ്തിട്ട് തനതായിട്ടുള്ള ഇത് ഞെരുങ്ങും. ശരിക്കും ഇറ്റ് ഈസ് എൻ ഇൻവേസീവ് സ്പീഷീസ്. ലൈക്ക് വൈസ് യു ഹാവ് ഇൻവേസീവ് ആനിമൽസ് ഓൾസോ. നമ്മുടെ ഈ പ്രളയം വന്നപ്പം പലയിടത്തും ഈ ഏതോ നാട്ടിൽ കിടന്ന് ഒഴുകി വന്ന് ഈ ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ ഹാബിറ്റാറ്റിൽ കാണാത്ത അത്തരം മൃഗങ്ങളും സസ്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്നതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഹാസ് ടു ബി ആക്ച്വലി പ്രിവെന്റഡ്. ഓരോ ക്ലൈമറ്റിനും ഓരോ ഭൂപ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. That is the best suited for that climate and that country. Yes. അതെ. ഇവൻ നമ്മുടെ ഈ റംബുട്ടാൻ അതുപോലെയുള്ള ചില പ്ലാന്റ് വരുമ്പോൾ നമ്മുടെ അതിന്റെ അടുത്ത് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ കറിവേപ്പ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അത്ര ഒന്നും ഫ്ലറിഷ് ചെയ്ത് വളരാത്തൊരു ഒബ്സർവേഷൻ എനിക്ക് വന്നിട്ടുമുണ്ട്. ശരിയാണ്, അതെ. അതുപോലെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ദ ഫാർമേഴ്സ് ബിക്കോസ് ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞ് ഫോർ ദ നെക്സ്റ്റ് പ്ലാന്റിംഗ് ദേ വിൽ ഹാവ് ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് seeds which are purchased from outside. നമ്മുടെ കർഷകർക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല. ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ, ഇപ്പം കാറ്റലിനെ വളർത്തണമെങ്കിൽ നമ്മുടെ നാടൻ ഇപ്പൊ വെച്ചൂർ പശു അങ്ങനെയുള്ള നാടൻ ഇനങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂടും, അവർക്ക് പാല് ചേർത്താനുള്ള കഴിവ് കൂടും. ഇപ്പൊ വിത്താണെങ്കിലും ആവട്ടെ നാടൻ ഇനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നാട്ടുചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികള്
കൂടുതലായിട്ട് നമ്മൾ കഴിക്കണം. കാരണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ദൈവം അറിഞ്ഞ് ആ പ്രകൃതിയിൽ വളർത്തുന്നതാണ് അത്. അതിനെ നമ്മൾ ഡിനൈ ചെയ്തുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു ഗോ ആഫ്റ്റർ പ്ലാന്റ്സ് ഓർ ഫ്രൂട്ട്സ് വിച്ച് ആർ ഇമ്പോർട്ടഡ് ഫ്രം അതർ കൺട്രീസ്. ദാറ്റ് ഇസ് കറക്റ്റ്. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. എനി അതർ ഒപ്പീനിയൻ? സ്റ്റുഡൻസ് പ്ലീസ്. നമ്മുടെ ഒരു കെമിസ്ട്രി ഫാമിലിയിലെ ഒരു പ്രോഗ്രാമാണ്. All of you can contribute your ideas. Ma'am. Yeah. Good evening. Good evening, sir. My name is Justin. Yeah, Faculty of Zoology. It was a very nice presentation. I've been going through your presentation, and it is commendable on part of the chemistry department to organize such a event. And എനിക്ക് പറയാനുള്ള സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന്, like we are a teaching and learning community, so what can we do as students? I think a discussion should be open to the students also, so that some inputs come from their way along with yours also. What can Definitely. we do as a student community, as a teaching community, as an institution, colleges, to reduce our carbon footprint? Yeah, definitely. That's a very good question. Yes, sir. That's true. I think first step is to sensitize the students. നമുക്ക് ecosystem പരീക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി sensitize ചെയ്യാം. So institutions can do a lot in that. They can organize seminars, webinars like this, and not only they can educate the own students but the local community. നമ്മുടെ extension program അല്ലെങ്കിൽ അങ്ങനെയുള്ള program വഴി we have a responsibility to educate the local community also. ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയിൽ കൂടെ. And ഞാൻ നേരത്തെ പറഞ്ഞു we can organize drives. എന്ത് സാധനത്തിനും നമുക്ക് കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ it makes a difference എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുട്ടികൾ ഈവൻ സ്കൂൾ തലത്തിലുള്ള കുട്ടി they are doing a lot, I think, because അവരിപ്പം ഈ വിത്ത് പേന, അത് ഒരു ഇതാണ്, വിത്ത് പേന ഉണ്ടാക്കുക, റീഫില്. ഐ പ്രാക്ടീസ് ഇറ്റ്. ഞാനിത് ചെയ്യാത്ത കാര്യമുള്ള പറയാം, ബിക്കോസ് എന്റെ കുട്ടികൾക്ക്, എന്റെ മക്കൾക്ക് അത്ഭുതമാണ്. അമ്മ എപ്പോഴും ഈ ഒരു പേന വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐ ഓൺലി ബൈ റീഫിൽസ് ഫ്രം ദ ഷോപ്പ്. അത് റീഫിൽ ബിക്കോസ് ഐ ഈ ഒരു കുട്ടികൾ ചെറുതിനെ ചികിത്സിച്ചാലേ കുഞ്ഞുങ്ങൾക്ക് ലൈഫ് സ്റ്റൈലാണ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഒരു ആവാളത്തിന് നമ്മളൊരു ജൂൺ 5th നമ്മളെല്ലാം കൊട്ടിഘോഷിച്ചു പറഞ്ഞു പിരിഞ്ഞു പോയി, ഇങ്ങനെല്ലാം മറന്നു. ലൈക്ക് ഗ്രേറ്റ തുൻബെർഗ് പറഞ്ഞിരിക്കുന്നത് only an apocalyptic catastrophe at our doorstep will make mankind realize the gravity of a pathetic situation. നമുക്കൊരു ഡിസാസ്റ്റർ വരെ നമ്മൾ നോക്കിയിരിക്കുകയാണ് for us to change. അങ്ങനെയല്ല വേണ്ടത്. ബിഫോർ ദാറ്റ് നമുക്കിപ്പോ സമയം കുറവാണ് എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം. ഞാൻ വേറൊരു വാർത്ത കണ്ടത്, ടോക്കിയോയിൽ 2021 വരാനുള്ള അത് ഗ്രീൻ ഒളിമ്പിക്സ് ആയിട്ട് അവര് വളരെ നല്ല ഒരു ആർജവമുള്ള ജനതയാണ്. അവര് എല്ലാ കാര്യവും ഗ്രീൻ ആയിട്ട്, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച്, നമ്മുടെ നാട്ടിലും പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഇതുപോലെ പെരുന്നാളും ഉത്സവം നടത്തുമ്പോൾ they have started sticking on to green protocol of course. പക്ഷെ അവരും ഇതുപോലെ തന്നെ ഇപ്പം അവരുടെ അത്ലറ്റിക് വില്ലേജ് അത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വുഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നു. അതുപോലെ അത്ലറ്റ്സിന് കിടക്കാനുള്ള മെത്തകള് റീസൈക്കിളബിൾ കാർഡ്ബോർഡ്സ് വെച്ചിട്ടുണ്ടാക്കുന്നു. അതുപോലെ മെഡലുകള് റീസൈക്കിൾഡ് പ്രഷ്യസ് മെറ്റൽസ് വെച്ചിട്ടുണ്ടാകുന്നു. ചുരുക്കത്തിൽ അവർ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഈ ബിഗ് ഇവന്റ് സംഘടിപ്പിക്കാൻ നോക്കുന്നു. വി കൻ ഓൾസോ ഡു ദാറ്റ്. അതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലും കുട്ടികള് they are the young blood. അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതീക്ഷ. they can do a lot. അവരൊരു ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടി മുന്നോട്ട് വരണം. യു ക്യാൻ ടെൽ യുവർ ഐഡിയാസ്. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് കോളേജ് ക്യാൻ ഇംപ്ലിമെന്റ് ദ ഐഡിയാസ് എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരട്ടെ ഐഡിയാസ്. കറക്റ്റ് മാം. ഐ തിങ്ക് മാം പറഞ്ഞ വളരെ ശരിയാണ്. it should be made into a lifestyle, ഒരു ഹാബിറ്റ് ഫോർമേഷൻ. നമുക്ക് ഈ എൻവയൺമെന്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ it is because of our bad habits. അപ്പൊ ആ ഹാബിറ്റ്സ് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് വാസ് വെരി നൈസ് പ്രസന്റേഷൻ മാം. താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ you are free to express your ideas. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടില് ഫോർ എക്സാമ്പിൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭക്ഷണം കിട്ടാത്ത എത്രയോ പേരുണ്ട്. നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളോട് പറയണ്ട ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ എന്നുള്ളത്.
That is also a very important thing that you have to remember in your mind. ഒരു ഭക്ഷണം നമ്മുടെ മേശപ്പുറത്ത് എത്തുന്നത് മാസങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഒത്തിരി മാസത്തെ അധ്വാനം കൊണ്ടാണ് അല്പം ഭക്ഷണം, അതൊരു ഫ്രൂട്ട് ആവട്ടെ, വെജിറ്റബിൾ ആവട്ടെ, അല്ലെങ്കിൽ ധാന്യമാവട്ടെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭക്ഷണമേശയിൽ എത്തുന്നത് ഒത്തിരി മാസങ്ങളുടെ അധ്വാനം. അന്നം ബ്രഹ്മമാണെന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നത്. ആഹാരം കിട്ടാത്ത, ഞാൻ ഈ നേരത്തെ കാണിച്ച ഹെയ്ത്തിയില് അവര് ഭക്ഷ്യ എണ്ണ മണ്ണുമായിട്ട് കുഴച്ച് ആണ് അവര് ഫുഡായിട്ട് കഴിക്കുന്നത്. വയറിന്റെ കത്തിൽ നിർത്തണ്ടേ, എന്തെങ്കിലും കഴിക്കണ്ടേ. സോ ആഹാരം കിട്ടാത്ത അങ്ങനെയുള്ള പട്ടിണിക്കോലങ്ങൾ നമ്മൾ ഓർക്കണം. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയതിന് പിന്നെയുള്ള ത്യാഗങ്ങള്, അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് വെയില്, മഴ, ഇതെല്ലാം അവഗണിച്ച് അതിനെ കൾട്ടിവേറ്റ് ചെയ്തെത്ത കർഷകൻ, അല്ലെങ്കിൽ അതിന്റെ പരാഗണം പോളിനേഷൻ നടത്തിയ ചെറുപ്രാണികള്, ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തവരൊക്കെ, ഈ ചെറുജീവികള്, വെള്ളം, വളം, പ്രാണവായു, ഇതൊക്കെ തന്ന മണ്ണ്, വിണ്ണ്, സൂര്യഗോളം, ഇതെല്ലാം നമ്മൾ ഇതിനോടെല്ലാം കടപ്പെട്ടിരിക്കും. ഇതൊക്കെ അബയോട്ടിക് കമ്പോണൻസ് ആണ്, ജീവനില്ല ഇവയ്ക്കൊന്നും. പക്ഷെ വി ആർ വെരി മച്ച് ഒബ്ലൈസ്ഡ് ടു ദം. യു കനോട്ട് ടേക്ക് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ്. നമുക്കിതൊക്കെ എന്നും കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരില്ല എന്ന് ഞാൻ അറിഞ്ഞത് പ്രളയം വന്നപ്പോഴാണ്. ആക്ച്വലി ഐ വാസ് ഷോക്ക്. വി ടേക്ക് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ്. പക്ഷെ ഒരിക്കലും അത് വരാതിരുന്നു കഴിഞ്ഞാലോ, അല്ലേ? അപ്പൊ നമ്മൾ അത് എല്ലാം സൂക്ഷിച്ചുപയോഗിക്കുക. നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് മാത്രം എല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക, മറ്റുള്ളവർക്കും കൂടെ നീക്കി വെക്കുക. ആ നീക്കിയിരിപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം. എല്ലാവർക്കും ഇതൊക്കെ കിട്ടിയോ, എല്ലാവർക്കും ഒരു ഇക്വിറ്റബിൾ ഷെയർ കിട്ടിയോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക എപ്പോഴും. നമുക്ക് നിർത്തിയാലോ? കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ. ഹലോ സിന്ധു മിസ്, ഞാൻ ഔട്ട്സൈഡ് ദ ഫാമിലി ആണ്. മിസ്സിനെ അറിയാം, ഞാൻ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്നത്. ബിന്ദു മണിമലക്കുന്നിലുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ലിങ്ക് കിട്ടിയപ്പോ ഒന്ന് കയറിയതാണ്. ഓക്കെ, വെരി വെരി നൈസ് പ്രസന്റേഷൻ. കണ്ടന്റ് ഡെലിവറി വളരെ നന്നായിരുന്നു. വളരെ നല്ല പ്രിസൈസ് ആയിട്ട് നന്നായിട്ട് മിസ് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മിസ്സിൻ്റെ ആ സിൻസിയറിറ്റി കേൾക്കുമ്പോൾ മനസ്സിലാകും ഈ ഒരു ഇഷ്യൂസിനോടുള്ള. നമ്മൾ പറയുമല്ലോ, ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ, അതായത് പറഞ്ഞ പോലെ സയൻറ്റിസ്റ്റുകൾ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് എൻവയറൺമെൻ്റൽ ഇഷ്യൂസ് അഫക്റ്റ് ചെയ്യുന്നത്. ഒരു 50 വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ ലോ ലയിങ് ലാൻഡ്സ് എല്ലാം വെള്ളത്തിനടിയിലാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 50% ഓഫ് ദ വേൾഡ് ലിവിങ് ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളം എന്ന് പറയുന്ന ശരിക്കും താഴ്ന്നു കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. വളരെ ത്രെട്ടുണ്ട് നമുക്ക്. എത്രത്തോളം ഇവിടെ ലൈഫ് പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്, എത്ര നാളത്തേക്ക് അത് പോസിബിൾ ആകും എന്നുള്ളത്, അടുത്ത ജനറേഷനൊക്കെ എത്രത്തോളം ഇതിനെ സഹിക്കേണ്ടി വരുമെന്നൊക്കെ. ഇപ്പം തന്നെ സൈക്ലോണിക് വേവ്സിൻ്റെ ഒക്കെ നമ്പറൊക്കെ വല്ലാണ്ട് കൂടുന്നു. അപ്പോൾ എൻവയറൺമെൻറ്റൽ ടെമ്പറേച്ചർ റൈസിംഗ് ആണ് അതെല്ലാം കാണിക്കുന്നതെന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. മെയിൻലി നമ്മൾ പറയുന്നതും ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബേണിംഗ് ഒക്കെ അല്ലേ. നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മിക്കവാറും എല്ലാവരും തന്നെ അത് ബേൺ ചെയ്തൊക്കെ കളയുകയും, അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ പ്ലാസ്റ്റിക് കത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ആരും അത് അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല പഞ്ചായത്തുകളിലും പല LSGസും അതിനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്സ് ഒക്കെ അവർ എടുക്കുന്നുണ്ടെങ്കിലും പലയിടത്തും അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഞാൻ ഓർക്കുമ്പോൾ നമ്മളുടെ ഒരു ജനറേഷനും നമ്മളുടെ തൊട്ടു മുമ്പിലുള്ള ജനറേഷനുമാണ് ഇത്രയും വേസ്റ്റ് ആക്കിയതെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ കണ്ടനുഭവിക്കുകയാണ്. നമ്മൾക്ക് പക്ഷെ ഇത്രയും വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. നമ്മളുടെ ഇത്രയും പ്രായത്തിൽ ആണ് നമ്മൾക്കത് കാണേണ്ടി വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ അവരത് ചെറിയ പ്രായത്തിലേ അതെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കുറച്ചും കൂടെ അവെയറാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളും. ടീച്ചർ പറഞ്ഞ പോലെ റീഫില്ലർ വാങ്ങാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു ക്യാരി ബാഗ് കൊണ്ടുപോവുക, പെന്നൊക്കെ വെറുതെ ത്രോ ചെയ്യാതെ അത് റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതൊരു 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആ വേസ്റ്റ് കുറയ്ക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒത്തിരി തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു മിസ്. വളരെ നന്നായി. താങ്ക് യു ഫോർ ദ നൈസ് പ്രസന്റേഷൻ. ടീച്ചർ സജഷൻസ് ഒക്കെ നന്ദി. എല്ലാവരുടെയും കയ്യിൽ ഐഡിയാസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഫോർവേഡ്. ഓൾസോ ഇത് കണ്ടക്ട് ചെയ്ത ഷുഡ് നോട്ട് റിമെയിൻ ഐഡിയാസ്, അത് നമ്മൾ we should put it into practice also.
അതെ. I would like to thank the chemistry department, especially Deepthi ma'am, for giving me this wonderful opportunity to interact with you, to present my ideas before you. And I will be very much grateful if the students can take up these ideas and they can do much better than us, because they are very creative. Our fresh blood, they are the younger generations. നമ്മുടെ ആകെ ഒരു ഹോപ്പ് അവരിലാണ്. They can do wonders. Okay, even one person can make a change. അങ്ങനെയല്ല പറഞ്ഞത്, you can be the change you wish to see in the world. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചേഞ്ച് നിങ്ങൾ, like Greta Thunberg, she could make people think. ഒരു one man army പോലെ sometimes you can do, even if you are alone, you can do so many things. Okay, thank you all. Yes, Sindhu, thank you once again. Let me invite Judith for an official to propose vote of thanks. A very warm welcome to all. As we all know, World Environment Day 2021 is celebrated across over 100 countries across the world, which aims at ecosystem restoration, a system or a mission to prevent the degradation of ecosystem and to sustain the life, the diversity of life it provides. It is a very privilege for the Department of Chemistry of Deva Matha College to carry out this webinar on this day on the topic ecosystem restoration. I would like to take my chance to express word of gratitude to our honorable resource person, Dr. Sindhu Joseph, for sharing her knowledge with us. You have given us an overview of how the ecosystem degradation can result in from the lack of oxygen to the pandemic we are in right now, and have given us various methods like the 4 R's that you could use in our daily lives. Your words reflected your concern for this world, the environment. It was a privilege to have you here, ma'am. Thank you. Thank you so much. And I also like to extend my gratitude to our dear principal, Dr. Ansama Miss. She has been here with us, and thank you for sparing your valuable time with us, ma'am. Thank you. Thank you. And I also thank all the teachers who have been here with us and supporting us in everything we do. I thank you all on behalf of everyone. And lastly, I thank each and everyone who has been part of this webinar and make it a success. In the end, let's respect and acknowledge everything the world or the environment has gifted to the mankind and pledge to protect it. Thank you. Thank you all. Thank you all. Thank you. Thank you. Thank you all.